നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കെ ബാബു, നിലവിൽ വായ്പ എടുത്തവർ ഈ നിരക്ക് കുറയ്ക്കലിന്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അവര് റീഫിനാൻസിംഗ് അല്ലെങ്കിൽ റിപ്പോ ലിങ്ക്ഡ് ലോണിലേക്ക് മറ്റും മാറുന്നത് പരിഗണിക്കണോ? നിലവിൽ വായ്പ എടുത്തിരിക്കുന്ന റിപ്പോ റേറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇടപാടുകാർ ഒന്നും ചെയ്യേണ്ടതില്ല. അത് എഗ്രിമെന്റിൽ ഉള്ളതാണ്, അത് കരാറിലുള്ളതാണ്. കമേഴ്ഷ്യൽ ബാങ്കുകൾ അത് ഇടപാടുകാർക്ക് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പലിശ കുറവ് കൊടുക്കേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ടതില്ല. 3 മാസം കഴിഞ്ഞിട്ടും ആ പലിശയുടെ കുറവ് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ബാങ്കിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അങ്ങനെ ഏതെങ്കിലും ബാങ്ക് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ അത് ബാങ്കിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, ബാങ്കിന് കൊടുക്കാം, അല്ലെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ പോലായിട്ടുള്ള സംവിധാനങ്ങൾ ഇൻവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറങ്ങൾ ഇൻവോക്ക് ചെയ്യാന്നാണ്. എനിക്ക് ആ ഒരു ആനുകൂല്യം 3 മാസം കഴിഞ്ഞിട്ടും എന്റെ ലോണിലേക്ക് അത് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിന് എതിരായിട്ടുള്ള അപേക്ഷകളോ പരാതികളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു ഇടപാടുകാരന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അനീതിയോ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള, ഫിക്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുള്ളതാണ്. അതുകൊണ്ട് ഇടപാടുകാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ഇടപാടുകളിൽ തവണ അടയ്ക്കുന്ന ഇടപാടുകൾ ഉണ്ടാവാം. ഇതുപോലെ ഭവന വായ്പകളോ അല്ലെങ്കിൽ വാഹന വായ്പകളോ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്ന വായ്പകളോ പേഴ്സണൽ വായ്പകളോ ഒക്കെ ഉണ്ടാവും, പേഴ്സണൽ ലോണിലൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ തവണ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ലോണിന് ഞാൻ ഇപ്പോൾ 10,000 രൂപയാണ് അടച്ചു വരുന്നതെങ്കിൽ റിപ്പോ റേറ്റ് 0.5% അല്ലെങ്കിൽ 1% കുറയ്ക്കുമ്പോൾ എനിക്ക് ഒരു പക്ഷേ 150 രൂപ 200 രൂപ തവണയിൽ കുറഞ്ഞു കിട്ടാൻ എനിക്ക് അർഹതയുള്ളതാണ്. ആ തവണയിൽ കുറഞ്ഞു കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് ബാങ്കിനോട് പറയാൻ കഴിയും, ഈ തവണയിൽ തന്നെ എനിക്ക് കുറച്ച് തരണം. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത്, ഒരു ഇടപാടുകാരൻ എന്നുള്ളതിൽ എനിക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് എനിക്ക് ബാങ്കിനോട് പറയാം, അല്ലെങ്കിൽ എന്റെ ധനകാര്യ സ്ഥാപനത്തിനോട് പറയാം, ഞാൻ ഈ തവണ തുക തന്നെ അടച്ചുകൊള്ളാം, ഇപ്പോൾ അടയ്ക്കുന്ന 10,000 രൂപ തന്നെ ഞാൻ അടച്ചുകൊള്ളാം. അങ്ങനെയാണെങ്കിൽ കാലാവധിക്ക് മുൻപ് തന്നെ ലോൺ അവസാനിച്ച് കിട്ടും. അത് എന്റെ ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഇടപാടുകാർക്ക് കൊടുക്കണം എന്നുള്ളതും ഇടപാടുകാർക്ക് ആ ഓപ്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളതും റെഗുലേറ്ററി ഡയറക്ഷൻ ഉള്ളതാണ്. ബാങ്കുകളെല്ലാം, കമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം തന്നെ, റെഗുലേറ്ററി എന്റിറ്റീസ് എല്ലാം തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് അവർക്ക്. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ച നടപടി സാമ്പത്തിക ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യമാർന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ബാങ്ക് വായ്പകളുടെ പലിശ നിരക്കുകൾ കുറയുമോ എന്ന ചോദ്യത്തിന് അതെ എന്ന് തന്നെയാണ് ഉത്തരം. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ ബാബു, ടി നരേന്ദ്രൻ, ജിജോ തോമസ്, നന്ദി.